പ്രതീക്ഷയിലേക്ക് വരാം. ഇപ്പോൾ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട് ഇതിൽ പ്രതികരിക്കാൻ. ഷോൺ ജോർജ്, വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ അന്വേഷണത്തിനെതിരെ. എന്താണ് പ്രതികരണം? കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നമ്മൾ ഏറ്റവും അധികം കേരള സമൂഹം കേട്ടിട്ടുള്ള ഒരു 2-3 പ്രശസ്തമായ ഡയലോഗുകളുണ്ട്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടാനുള്ളൂ, എന്റെ കൈകൾ പരിശുദ്ധമാണ്, എന്റെ തല പൊങ്ങിയിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി നമ്മുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. ഈ മടിയിൽ കനമില്ലാത്ത കൈകൾ ശുദ്ധമായ വ്യക്തി എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടേണ്ടത്? ഇന്നത്തെ ഈ ഒരു ഒറ്റ ഹർജി വഴി, ഇന്നലെ KSIDCയുടെ പേരിലാണ് മുഖ്യമന്ത്രി ഹർജി കൊടുത്തത്. ഇന്ന് അത് തള്ളിപ്പോയ സാഹചര്യത്തിൽ ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എക്സാലോജിക്കിന്റെ പുറത്ത് പുറംമൂടി അയച്ച് എക്സാലോജിക്ക് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോ എന്തൊക്കെയാണ് അവരുടെ കയ്യിൽ ഗുരുതരമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. അന്വേഷണത്തിൽ ഇന്നലെയും മിനിങ്ങാന്നുമായി CMRലും KSIDCയിലും നടന്ന റെയ്ഡിൽ അവർക്കെതിരെ ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരത്തിലുള്ള ഒരു നീക്കം സ്വാഭാവികമായിട്ടും എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഭാഗത്ത് നടത്തുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും കോടതിയുടെ പരിഗണന ഇരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ ശരിയല്ല. പക്ഷെ ഇതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഷോൺ, കർണാടക ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത് എക്സാലോജിക്ക്. അതെ, അത് അവരുടെ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ എക്സാലോജിക്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതനുസരിച്ച് കർണാടകയിൽ സമീപിക്കാം, അതിന് തെറ്റൊന്നുമില്ല. ഇപ്പോ ഈ KSIDCയുടെ ആവശ്യം കേരള ഹൈക്കോടതി തള്ളുകയുണ്ടായി. സ്വാഭാവികമായും ഇൻട്രീം പ്രയർ തള്ളി. അതെ, സ്വാഭാവികമായും ഈ എക്സാലോജിക്കിനോടും അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പറയാനല്ലേ ന്യായമായും കോടതി മുതിരുക? ഞാനൊരു അഭിഭാഷകനും കൂടെ, ഞാൻ കോടതിയുടെ പരിഗണിക്കുന്ന വിഷയത്തിൽ നാളെ കോടതി എന്ത് പറയുമെന്ന് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രതീക്ഷ ഞാൻ പങ്കുവച്ചല്ലോ. ഇതൊന്നും വിലപ്പോവില്ല എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഷോൺ, ഒരു കാര്യമുണ്ട്, ഇപ്പോ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാൻ പോകുന്നില്ല മുഖ്യമന്ത്രി, അതിന് കാരണം വീണയ്ക്കെതിരെ അന്വേഷണം വരുമെന്നത് കൊണ്ടാണ് എന്നൊക്കെയുള്ള വാദഗതികളുണ്ട്. അതേസമയം ഇപ്പോൾ ഈ ഹർജിയിൽ എതിർകക്ഷി കേന്ദ്ര സർക്കാരാണ്, SFIയുടെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ കേന്ദ്രവുമായി മുഖ്യമന്ത്രിയുടെ മകൾ മുഖാമുഖം നിയമയുദ്ധത്തിന് പോവുകയാണ്. തീർച്ചയായിട്ടും ആണല്ലോ. അല്ല, ഒളിച്ചോടുന്നില്ല, നിയമപരമായ യുദ്ധമാണ്. അല്ല, കേന്ദ്രത്തിന്റെ ഭാഗത്ത് തിരിച്ചും കഴിഞ്ഞ 4-5 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും SFIയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഏറെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും ഇപ്പോ താങ്കൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് അന്വേഷണത്തിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന ആശങ്ക വീണയ്ക്കുണ്ട്, എക്സാലോജിക്കിനുണ്ട്. അതുകൊണ്ട് നിയമപരമായ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു, അങ്ങനെയാണോ കാണുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇന്ന് ഈ ആഴ്ച തന്നെ ഇത് എത്രാമത്തെ 3ാമത്തെ വർക്കിംഗ് ഡേ ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ ഓർഡർ ഇറങ്ങിയ ഡേറ്റ് എന്താണ്? 31-ാം തീയതിയാണ്. അപ്പോ റെയ്ഡ് തുടങ്ങിയതിന് ശേഷം KSIDCയിൽ എത്തിയതിനു ശേഷം അവർക്ക് എന്തൊക്കെയാണ് ഇവർ ഭയപ്പെടുന്ന രേഖകൾ അത് SFIയുടെ കയ്യിൽ എത്തി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്നിപ്പോ നമ്മൾ പറയാം. ഇന്ന് 8-ാം തീയതിയാണ് ഈ ഓർഡർ SFIയുടെ ഇറങ്ങിയത്. ഈ ഓർഡർ ഇറങ്ങിയിട്ട് 31-ലാണ് ഈ ഓർഡർ വന്നിട്ടുള്ളത്. 8 ദിവസം എന്തിനാണ് വെയിറ്റ് ചെയ്തത്? ഇവർക്ക് 2-ാം തീയതി 3-ാം തീയതി ഫയൽ ചെയ്യായിരുന്നല്ലോ. അപ്പോ അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഏത് വിധേനയും ഇത് തടസ്സപ്പെടുത്തുക. ഇന്നലെ ഒരു ശ്രമം നടന്നു, അത് വിജയിച്ചില്ല. അപ്പോ ഇവരെപ്പോഴും ചലഞ്ച് ചെയ്യുന്നത് സ്വാഭാവികമായും SFIയുടെ എൻക്വയറി ഓർഡറിനെയാണ്. അതാ അവിടെ ചലഞ്ച് ചെയ്താലും എവിടെ ചലഞ്ച് ചെയ്താലും കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു. ശരി, നന്ദി ഷോൺ ജോർജ് പ്രതികരിച്ചതിന്. SFIയുടെ അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, ഹർജി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നൽകിയത്.